ആദ്യമായി തന്നെ ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക്, സീറോ മലബാർ സഭയിലെ അംഗങ്ങൾക്ക് ഇത് വളരെ പുണ്യപ്പെട്ട ഒരു സുദിനമാണ്. ദുഃഖ്രാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ്. ഓർമ്മ ദിനമെന്നോ അനുസ്മരണ പ്രാർത്ഥനയെന്നോ ഒക്കെ ഈ വാക്കിന് അർത്ഥം കൽപ്പിക്കാം. ആരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്? ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാശ്ലീഹായെയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ 4 അതിർത്തികളിലേക്ക് കടന്നു ചെന്ന് എൻ്റെ വചനമറിയിച്ച് വിശ്വസിക്കുന്നവരെ സമൂഹമാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ള കർത്താവിൻ്റെ പ്രേഷിത ദൗത്യം സ്വീകരിച്ച് കടലു താണ്ടി ഭാരതത്തിലെത്തിയ തോമസ് അപ്പസ്തോലൻ്റെ വീര രക്തസാക്ഷിത്വത്തെയാണ് ദുഃഖ്രാന ദിനത്തിൽ വിശ്വാസികൾ ആദരവോടെ അനുസ്മരിക്കുന്നത്. തോമസ് അപ്പസ്തോലൻ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. തോമസ് അപ്പസ്തോലനെക്കുറിച്ചും കർത്താവായ യേശുവിനെക്കുറിച്ചും ഭാരത സഭയെക്കുറിച്ചും കേരള സഭയെ സംബന്ധിച്ചും വിശ്വാസികളായ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ചും അവർ എങ്ങനെയാണ് തോമസ് അപ്പസ്തോലന് കൊണ്ടുവന്ന വിശ്വാസത്തിൻ്റെ ദീപശിഖ സ്വന്തം ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്നത് എന്നും തലമുറകൾക്കത് കൈമാറി വരുന്നത് എന്നും പരിശോധിക്കുവാനുള്ള അവസരമായിട്ടാണ് ദുഃഖ്രാനയെ കാണുന്നത്. തോമസ് അപ്പസ്തോലൻ്റെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ തോമസ് അപ്പസ്തോലൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളരെ സവിശേഷമായ ഒരു ഭാവം നമുക്ക് കണ്ടെത്താൻ കഴിയും. ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ച യേശുവിന് പലരിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടതായിട്ട് വന്നു. യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നു. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, സൂക്ഷിക്കണം, എല്ലാ ഇടങ്ങളിലേക്കും സഞ്ചരിക്കാൻ പാടില്ല. യേശു തൻ്റെ സുവിശേഷ വേലയുമായി യൂദയായിലേക്ക് പോകുന്നുവെന്ന് കണ്ട് ശിഷ്യന്മാർ യേശുവിനെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, പോകരുത്, അപകടമാണ്. എന്നാൽ തോമസ് അപ്പസ്തോലൻ മറ്റ് ശിഷ്യന്മാരെ കൂടി ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. ഇത് യജമാനനോടുള്ള വിശ്വസ്തതയുടെ സാക്ഷ്യമാണ്. നേതാവിൻ്റെ വഴികളിൽ നടക്കാനുള്ള ശിഷ്യൻ്റെ ആഗ്രഹമാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്. പ്രതിസന്ധികളിൽ തകരാത്ത, പ്രശ്നങ്ങളിൽ പതറാത്ത, ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് തോമസ് അപ്പസ്തോലൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയുക. ശിഷ്യത്വം എന്താണ് എന്ന് തോമസ് അപ്പസ്തോലൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. വിശ്വാസവും ശിഷ്യത്വവും മനസ്സിൽ രഹസ്യമായി വയ്ക്കുവാനുള്ളതല്ല, അത് സാക്ഷ്യപ്പെടുത്തുവാനുള്ളതാണ്, പരസ്യപ്പെടുത്തുവാനുള്ളതാണ്. എന്ത് പ്രതിസന്ധിയുണ്ടായാലും അതിനെ തരണം ചെയ്യുന്നതിലാണ് ശിഷ്യത്വം അടങ്ങിയിട്ടുള്ളത്. ഈശോ പഠിപ്പിച്ചിരുന്നുവല്ലോ, നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. അതായത് യേശുവിൻ്റെ വഴികൾ
പ്രതിസന്ധികൾ നിറഞ്ഞതാണ്, സഹനത്തിൻ്റെ വഴികളാണ്, എതിർപ്പിൻ്റെ വഴികളാണ്, അപകടം നിറഞ്ഞ വഴികളാണ്, മരണത്തിൻ്റെ വഴിയാണ്. അത് ഏറ്റെടുക്കാൻ സന്നദ്ധത തന്നെ അനുഗമിക്കുന്നവർക്കുണ്ടാകണമെന്നാണ് യേശു ആവശ്യപ്പെട്ടത്. മറ്റപ്പസ്തോലന്മാർക്ക് അത് അതേപടി പിന്തുടരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തോമസ് അപ്പസ്തോലനാണ് അവരെ കൂടി ശക്തിപ്പെടുത്തുവാൻ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് പറയാൻ ധൈര്യം തോന്നിയത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ സന്ദർഭം 14-ാം അധ്യായം 5 മുതലുള്ളതാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഇടമൊരുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോയതിന് ശേഷം തിരിച്ചു വന്ന് നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകും. ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇതിന് മറുപടിയായിട്ടാണ് തോമസ് അപ്പസ്തോലൻ പറഞ്ഞത്, കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെയാണ് വഴിയറിയുക? യേശു എവിടേക്കാണ് പോകുന്നത് എന്ന് മറ്റ് ശിഷ്യന്മാർക്കെല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് ഇതിനർത്ഥമില്ല. ആർക്കും അറിയില്ലായിരുന്നു യേശു എവിടേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന്. മറ്റപ്പസ്തോലന്മാർ അതറിയാൻ ആഗ്രഹിച്ചില്ല, അവർക്ക് ജിജ്ഞാസയുണ്ടായിരുന്നില്ല. എന്നാൽ തോമസ് അപ്പസ്തോലനാകട്ടെ സത്യാന്വേഷിയായിരുന്നുവെന്നുള്ളത് കൊണ്ട് കാര്യകാരണ സഹിതം എല്ലാം അറിയാനുള്ള ജിജ്ഞാസയോടെ യേശുവിനോട് ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് പോകുന്നത്? അതറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വഴി മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. തോമസ് അപ്പസ്തോലൻ്റെ ഈ പ്രതികരണം ഒരു സത്യാന്വേഷിയുടെ ജിജ്ഞാസയിൽ നിന്നുള്ളതാണ് എന്നുള്ളതിനാൽ കർത്താവ് സ്വയം വെളിപ്പെടുത്തുകയാണ്. ആ വെളിപാട് ശിഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കുമുള്ള വെളിപാടായിട്ട് മാറുകയാണ്. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. അതായത് സത്യാന്വേഷികൾ എല്ലാവരും അന്വേഷിക്കുന്ന വഴി യേശുവാണ്. എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്ന സത്യം യേശുവാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവൻ യേശുവാണ്. ഈ വലിയ വെളിപാടിന് വഴിയൊരുക്കിയത് തോമാസ് ശ്ലീഹയാണ്. 3-ാമത്തെ സന്ദർഭം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങളിലാണ്. യേശു ഉത്ഥാനം ചെയ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷം നൽകി. എന്നാൽ ആദ്യത്തെ പ്രത്യക്ഷീകരണത്തിൽ ശിഷ്യന്മാരുടെ കൂടെ തോമസ് അപ്പസ്തോലൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. ഉത്ഥിതനായ മിശിഹ പ്രത്യക്ഷപ്പെട്ട കാര്യം ശിഷ്യന്മാർ തോമസ് അപ്പസ്തോലനോട് പറഞ്ഞു. പക്ഷേ തോമസ് അത് വിശ്വസിച്ചില്ല. തോമസ് അപ്പസ്തോലൻ തൻ്റെ സഹശിഷ്യന്മാരോട് പറഞ്ഞു, യേശുവിനെ നേരിൽ കാണാതെ ഞാൻ വിശ്വസിക്കില്ല. തോമസ് അപ്പസ്തോലൻ യേശു ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിച്ചില്ല എന്നല്ല അർത്ഥം. തോമസ് അപ്പസ്തോലന് ശിഷ്യന്മാരുടെ സാക്ഷ്യത്തെ മുഖവിലക്കെടുത്തില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തോമസ് അപ്പസ്തോലൻ്റേത് അവിശ്വാസമായിരുന്നുവെങ്കിൽ കർത്താവ് തോമസിന് പ്രത്യക്ഷം നൽകുമായിരുന്നില്ല. തോമസ് അപ്പസ്തോലൻ്റേത് ശിശു സഹജമായ ശാഠ്യമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തോമസ് അപ്പസ്തോലൻ യേശുവിനെ അത്രയധികമായി സ്നേഹിച്ചിരുന്നു. അദ്ദേഹം അതുകൊണ്ട് ന്യായമായും ചിന്തിച്ചു, യേശു ഉത്ഥാനം ചെയ്തുവെങ്കിൽ എനിക്ക് നിർബന്ധമായും പ്രത്യക്ഷം നൽകും. തോമസ് അപ്പസ്തോലൻ്റെ ഈ വിശ്വാസം ശരിയായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതാണ്
ഒരാഴ്ചയ്ക്ക് ശേഷം ശിഷ്യന്മാരോടൊപ്പം തോമസ് അപ്പസ്തോലന് ഒരുമിച്ചായിരുന്ന അവസരത്തിൽ യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷം നൽകിയത്. അവർക്കാദ്യമേ യേശു സമാധാനം ആശംസിച്ചു. മറ്റൊന്നും പറയുന്നതിന് മുൻപ് യേശു തോമസിനെ വിളിച്ചിട്ട് പറഞ്ഞു, തോമസേ, നീ എൻ്റെ പക്കലേക്ക് വരിക, എൻ്റെ മുറിവുകൾ നീ കാണുക, എൻ്റെ മുറിവുകളിൽ നിന്റെ കരം സ്പർശിക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് അപ്പസ്തോലൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വലിയ ഒരു ദൈവാനുഭവമായിരുന്നു അത്. യേശുവിൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ബൈബിളിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം തോമസ് നടത്തി. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള സാക്ഷ്യം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ്. നസ്രായനായ യേശു സാക്ഷാൽ ദൈവപുത്രനായിരുന്നുവെന്നുള്ളതിൻ്റെ ഏറ്റുപറച്ചിലാണ്. അതുകൊണ്ടാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന തോമസ് അപ്പസ്തോലൻ്റെ പ്രാർത്ഥനയെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമായിട്ട് കാണുന്നത്. സ്നേഹമുള്ളവരെ, തോമസ് അപ്പസ്തോലന് മുറിവുകളെ തേടിയ ശിഷ്യനായിരുന്നു. യേശുവിൻ്റെ ജീവിതം മുഴുവന് മുറിവുകളുടേതായിരുന്നു. സുവിശേഷ വേലയ്ക്കിടയിലുണ്ടായ എതിർപ്പുകൾ, അപവാദ പ്രചരണങ്ങൾ, കാൽവരിയിലേക്കുള്ള യാത്ര, കുരിശിലെ മരണം, ഇത് സാധാരണ മനുഷ്യർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അത് ലോകത്തിന് അംഗീകരിക്കാവുന്ന കാര്യമായിരുന്നില്ല. ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചവർക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമായിരുന്നു അത്. 12 ശിഷ്യന്മാരിൽ ഏറ്റവും നന്നായിട്ട് ശിഷ്യത്വം സ്വീകരിച്ച തോമസ് അപ്പസ്തോലന് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും യേശുവിൻ്റെ വ്യക്തിത്വത്തോട് തൻ്റെ വ്യക്തിത്വത്തെ സമരസപ്പെടുത്താനും താദാമ്യപ്പെടുത്താനും സാധിക്കുകയുണ്ടായി. ആ തോമസ് അപ്പസ്തോലൻ്റെ മക്കളാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ. വിശ്വാസത്തിൻ്റെ വിത്ത് ഭാരത മണ്ണിൽ വിതച്ച തോമസ് അപ്പസ്തോലൻ നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ പിതാവാണ്. വിശ്വാസ ജീവിതത്തിൽ വ്യക്തിപരമായും സഭാപരമായും പലതരത്തിലുള്ള വെല്ലുവിളികൾ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയും തളരാതെയും തകരാതെയും തോമസ് അപ്പസ്തോലനെ പോലെ ധൈര്യപൂർവം വിശ്വാസത്തിൻ്റെ സാക്ഷികളാകാൻ നമുക്ക് കഴിയണമെന്നാണ് ദുഃഖറാന തിരുനാളിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടുന്ന ചിന്ത.